കർത്താവിൻ്റെ അതിപരിശുദ്ധവരെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യും. ഈ നല്ല സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്ന ചാനലിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. നാം ആയിരിക്കുന്നിടത്ത് കർത്താവ് നമ്മെ ക്ഷേമത്തോടെ അനുഗ്രഹത്തോടെ നമ്മെ പരിപാലിക്കട്ടെ. ചിലരൊക്കെ നമ്മെ നോക്കി പറയാറില്ലേ, എന്ത് ചെയ്തിട്ടും എന്ത് പരിശ്രമിച്ചിട്ടും നീ അങ്ങോട്ട് നന്നാകുന്നില്ല, നീ രക്ഷപ്പെടുന്നില്ലല്ലോ, നീ ഇനി രക്ഷപ്പെടുമോ എന്നൊക്കെ ചോദിക്കാറില്ലേ? ദൈവത്തിന് സ്തോത്രം. ചിലരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, അവർ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ എന്ത് കാര്യം ചെയ്തിട്ടും സക്സസ് ആകാൻ പറ്റുന്നില്ല, സക്സസ്ഫുൾ ആകുന്നില്ല. അല്പസമയം എന്നെ ഈ തിരുവചനം എന്നെ ഒന്ന് ശ്രവിക്കുക. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിൽ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ്. സങ്കീർത്തനക്കാരനായ ദാവീദ് എന്ന മനുഷ്യനോട് ഈ വാക്യം എഴുതാനുണ്ടായ സാഹചര്യം ചോദിച്ചാൽ, ദാവീദിനെ നോക്കി പല വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. ദാവീദിന്റെ മുന്നിൽ വന്ന പ്രതിസന്ധിയും ദാവീദ് അനുഭവിച്ച പ്രയാസങ്ങളും മനസ്സിലാക്കി ദാവീദിനോട് ചോദിക്കുക: ദാവീദേ, അങ്ങ് ഈ വാക്യം ഇങ്ങനെ എഴുതാനുണ്ടായിരുന്ന കാരണം? ദാവീദ് ഒരു പക്ഷേ ഇങ്ങനെ പറയും: എന്റെ ടൈം ശൗല് കുറിച്ചു. ശൗലൊരു രാജാവാണ്. ശൗല് പറഞ്ഞു, നിന്നെ ഞാൻ എന്റെ കൈ കൊണ്ട് കൊല്ലും, നീ രക്ഷപ്പെടത്തില്ല. ഏകദേശം 38 വർഷക്കാലം ദാവീദിനെ ഇല്ലായ്മ ചെയ്യുവാൻ ശൗല് ഒരു വേട്ടപ്പട്ടിയെ പോലെ ദാവീദിന്റെ പുറകെ നടക്കുകയാണ്. ദാവീദിന് ആ സമയത്തെല്ലാം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്: എന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കാൻ തീരുമാനിച്ചത് എൻ്റെ അപ്പനും അമ്മയും ഭൂമിയിൽ എനിക്ക് ജനനം തന്നു. അതിലുപരിയായി സർവശക്തനായ ദൈവം ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, ഒരു പ്ലാനോടുകൂടിയാണ് ഈ ഭൂമിയിലേക്ക് എനിക്ക് ജനനം അനുവദിച്ചത്. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരുടെ മുൻപിൽ അത്ര മേൽക്കോയ്മയിൽ നിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ലായിരിക്കാം. കഴിവുള്ളവരുണ്ട്, എന്നാൽ അധിക കഴിവുള്ളവരുമുണ്ട്, ഭയങ്കര ബുദ്ധി കൂടിയവരുണ്ട്, ഒക്കെ ഉണ്ടാകാം. ഒരു പക്ഷെങ്കിൽ അവരുടെ തുല്യ നിലയിൽ നിൽക്കാൻ ഒരു പ്രാപ്തിയില്ലായിരിക്കാം. അതുകൊണ്ട് നമുക്കൊരു കഴിവുമില്ല എന്നല്ല അർത്ഥം. നമ്മെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചതിനും ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നതിനും പിന്നിൽ സർവശക്തനായ ദൈവത്തിനൊരു പ്ലാനുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ദാവീദ് പറയുക: എന്റെ കാലഗതികൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നത് ശൗലല്ല നിർണയിച്ചിരിക്കുന്നത്, ഒരു മനുഷ്യനാൽ നിർണയിക്കപ്പെട്ടതല്ല എൻ്റെ കാലഗതികൾ, എൻ്റെ ജീവിതം, എൻ്റെ ടൈം. ഒരു മനുഷ്യൻ വിലയിരുത്തിയാൽ, ഒരു മനുഷ്യൻ നീ ഇന്നുകൊണ്ട് അവസാനിച്ചു പോകും, നീ ഇനി ഉയരത്തില്ല, നീ രക്ഷപ്പെടത്തില്ല, നിന്റെ കുടുംബം രക്ഷപ്പെടത്തില്ല എന്നൊന്ന് വിലയിരുത്തിയാൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെ തകർക്കുവാനോ നമ്മെ ഇല്ലായ്മ ചെയ്യുവാനോ ആ മനുഷ്യരുടെ വാക്കുകൾ കൊണ്ട് കഴിയത്തില്ല. കാരണം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എല്ലാ മനുഷ്യരെ കൊണ്ടും ദൈവത്തിന് ഉദ്ദേശങ്ങളുണ്ട്. ആയതുകൊണ്ട് നമ്മെ ഇല്ലായ്മ ചെയ്യുവാൻ പല വാക്കുകളും പലരും പറഞ്ഞിരിക്കാം. നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന
നമ്മുടെ മനസ്സിനെ മടിപ്പിച്ചു കളയുന്ന ഒത്തിരി വാക്കുകൾ ഒരു പക്ഷെങ്കിൽ നെഗറ്റീവായിട്ടുള്ളത് ഒത്തിരി നാം കേട്ടിട്ടുണ്ടായിരിക്കണം. നാം അവരുടെ നെഗറ്റീവ് വാക്കുകളെ കേട്ടിട്ട് നാം നമ്മെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നവരായി ചിത്രീകരിക്കാനല്ല, മറിച്ച് എന്നെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് ദൈവത്തിനൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. നിശ്ചയമായി നമുക്ക് ലഭിക്കേണ്ട ദൈവിക നന്മകൾ, നാം അനുഭവിക്കേണ്ട ദൈവിക നന്മകൾ, നാം അനുഭവിക്കേണ്ട ദൈവിക അഭിഷേകത്തിൽ ആവിഷ്കൃതമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നാം അനുഭവിക്കുക തന്നെ ചെയ്യും. ഒരു മനുഷ്യന്റെ വാക്കിനകത്തോ ഒരു സമൂഹത്തിന്റെ വാക്കിനകത്തോ നാം തകരുകയല്ല, അപ്പുറമായി ദൈവത്തിന് നമ്മളിലുള്ള ഉദ്ദേശമുണ്ട്. എൻ്റെ ടൈം മനുഷ്യന്റെ കയ്യിലല്ല, എൻ്റെ ജീവിതം, എൻ്റെ മുന്നോട്ടുള്ള യാത്ര മനുഷ്യന്റെ കയ്യിലല്ല, ദൈവത്തിന്റെ കയ്യിലാണ്. ശൗലേ, അങ്ങ് എത്ര പരിശ്രമിച്ചാലും ദൈവം ദാവീദിനൊക്കെ ഒരുക്കിയിരിക്കുന്ന ദൈവിക ഉദ്ദേശത്തിലുള്ള എല്ലാ കാര്യങ്ങളും ദാവീദിന്റെ കരത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും. അത് ശൗൽ പരിശ്രമിച്ചാലും രാജ്യത്തെ എല്ലാ അധികാരികളും പരിശ്രമിച്ചാലും ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ, ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ നടക്കുകയുള്ളൂ. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാലഗതികൾ നിരുത്സാഹപ്പെടുത്തുന്ന, നെഗറ്റീവ് പറയുന്ന മനുഷ്യരുടെ വാക്കുകൾക്കകത്തോ അവരുടെ ചിന്താഗതികൾക്കകത്തോ അല്ല. നമ്മുടെ കാലഗതികൾ, നമ്മുടെ ടൈം സോണുകൾ ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ആയതുകൊണ്ട് നിരുത്സാഹപ്പെടാതെ, ഉത്സാഹത്തിൽ മടുത്തുപോകാതെ, നമ്മുടെ പ്രയത്നത്തിൽ തന്നെ നാം എന്തിലാണോ ആയിരിക്കുന്നത് അതിൽ തന്നെ പ്രയത്നിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകാൻ കർത്താവ് ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കാലഗതികൾ ദൈവത്തിന്റെ കരത്തിലാണ് ഇരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.